ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. പറഞ്ഞൊന്നും മനസ്സിലാവരുത്. ഇതാ വരുന്നു കൊച്ചിയുടെ സ്വന്തം പുലി. കേക്കു കേക്കു കേട്ടോണ്ടേയിരിക്കും. മിക്കവാറും ചുമച്ച് ചാകും ഞാൻ. ഹലോ, എന്താ ചേച്ചിയുടെ പേര്? എന്റെ പേര് മോളിന. മോളിന്ന താഴേന്നോ? അതുപോട്ടെ, ചേച്ചിയുടെ ഭർത്താക്കന്മാർ അല്ല ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഹലോ, ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചി എന്താ ഫുള്ള് വലിയുന്നത്? ഇതെന്ത് പറ്റി അവൻ സ്വയം സംസാരിക്കുന്നത്? ഇത് തന്നെയാ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം. കുട്ടിക്കൊരങ്ങന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും. സൽമാൻ ഖാന്റെ സിനിമ കാണുമ്പോ സൽമാൻ ഖാൻ ആവാൻ തോന്നും. ക്രിക്കറ്റ് കളി കാണുമ്പോ സച്ചിൻ ടെണ്ടുൽക്കറും. ഒന്നിലും ഉറച്ചു നിക്കില്ലെന്നേ. പഠനത്തിന്റെ ഇടയിലാ 100 കൂട്ടം കാര്യങ്ങള്. പത്മ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം, ഇതൊന്നും വേണ്ടാന്ന്. നീ ഇതെന്തിനുള്ള പുറപ്പെടാൻ മോനെ? പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട നീ കുട്ടിക്കുരങ്ങന്മാരെ പോലെ ഓരോരോ പരിപാടികളിൽ ചെന്ന് ചാടരുത്. പഠനത്തിനിടയിലാണോ 100 കൂട്ടം കാര്യങ്ങൾ? ഇത് ആര് പഠിപ്പിച്ചെന്ന് വൃത്തികെട്ട ഡയലോഗമ്മ. ഒരു ഫ്ലോ ഇല്ലല്ലോ. അല്ല ആശാന്റി, എന്റെ പൊന്നൈശാന്റി, ഒന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ മോഡേൺ ആയിട്ട് ചിന്തിക്കേ ഇല്ല. ലോകത്തെല്ലായിടത്തും 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലിക്ക് പോവാം, ഇഷ്ടമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കും. ഈ രാജ്യം മാത്രമാണ് ഇങ്ങനെ. എന്റെ പൊന്നാന്റി, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം കാലില്. അതെ, ഈ യൂറോപ്പിലും അമേരിക്കയിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയാ വിചാരിക്കും? ഏയ്, അവര് ജോലിക്കൊപ്പം പഠനമല്ലേ, ഏൺ വൈൽ യു ലേൺ എന്നല്ലേ. ആന്റിയുടെ മോള് അങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ. ആണോ? ട്യൂഷൻ എടുത്തിരുന്നില്ലേ അമ്മ? ട്യൂഷൻ പോലെയാണോ ഇത്? പിന്നല്ലാതെ. 2 മണിക്കൂർ ജോലി, പിന്നെ ബാക്കി ഫുൾ ടൈം എടുത്ത പഠനം. അങ്ങനെ ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാവും. എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കണം. ഒറ്റക്കാലിലോ? അല്ല, സ്വന്തം കാലിൽ. അമ്മ പോയൊരു ചായട്ടെ. സ്വന്തമായിട്ട് എടുത്താ മതി. അമ്മ, അടുത്ത ആഴ്ച മുതലല്ലേ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണേ. ഇപ്പൊ അമ്മ പോയിട്ടിട്ട് വാ. ചക്കരല്ലേ? നിന്റെ വർത്താനം കേട്ടാ തോന്നും നിനക്ക് റേഡിയോ ജോക്കിയായിട്ട് സെലക്ഷൻ കിട്ടിയെന്ന്. പിന്നല്ലാതെ, അവരെന്നെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു. പിന്നെ എന്ത്, ഒരു സ്റ്റുഡിയോ കോമ്പറ്റീഷൻ. അതിൽ ഞാൻ പറഞ്ഞ മധുർ ഭണ്ഡാർക്കറുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. അതിനെ കുറിച്ച് പറയാതിരിക്കുകയാണ്. അതിനെ കുറിച്ച് പറയാനെങ്കിൽ എനിക്കൊരു കാര്യം പറയാനില്ല. തടിച്ചവര് പ്രത്യേകിച്ച് ഭക്ഷണം കുറയ്ക്കാനായിട്ട് തന്നെ ആൾക്കാർ. No, stop it. Hey. Yes, next contestant, Josie John. അയ്യോ, സോറി സാർ. മച്ചു, വാല് മുറിക്കരുതേ, കൂടെ ഉണ്ടാവണേ. Shall we start? വൗ, ജെയിംസ് ബോണ്ട്. കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വരെ പ്രിയങ്കരൻ ജെയിംസ് ബോണ്ട് ഏട്ടൻ. തമിഴ് പടത്തിൽ വരും ഉണ്ടൈ ഉണ്ടൈ 7 നായകൻ ബോണ്ട് മാമ. അങ്ങനെ ഒരു ചിത്രത്തിൽ അദ്ദേഹം 100 പേരെ ഇടിച്ചിട്ടതിന് ശേഷം വില്ലനെ നിറക്കി ചെല്ലുകയാണ്. എന്നിട്ടൊരു കിടിലൻ തീപ്പൊരി പറഞ്ഞ ഡയലോഗ്, ഈ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? അതെ, നമുക്ക് പലതരം ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി. അങ്ങനെ നമ്മൾ കേരളത്തിൽ പലതരം പാമ്പുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ യഥാർത്ഥ മൂർഖൻ. He's awesome, man. അയ്യോ, ഇനി കേരളത്തിന്റെ ശബ്ദം ജോസി ജോന്റെ ശബ്ദമായി മാറുന്നു. ആർജെ ജോസി ജോൺ. ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. ഈ ബുദ്ധിക്ക് അവിടെ കൊണ്ട് വെച്ചേക്കണേ. ആവശ്യത്തിന് എടുത്താ പോരാ. ഇന്ന് നീ ഒരു പൈന്റ് മേടിക്കണോട്ടാ. ഒന്ന് പറയാതെ, ഇന്ന് നമ്മൾ ഫുള്ള് മേടിക്കും. നിനക്ക് തോന്നിയതായിരിക്കും മച്ചു. ഇല്ലടാ, ഞാൻ അവിടെ കണ്ടത്. ഇതിനിടയ്ക്ക് മുകളിലെത്തിയ നിനക്കിട്ട് തരാടി. ഹലോ ഫ്രണ്ട്സ്, ഐ ജൈൻ വീൽ. ഹൗ ആർ യു? മാറി നിക്കടോ. എങ്ങനെ മാറി നിക്കാൻ? അന്ന് ജൈൻ വീലിൽ എന്റെ മാറത്ത് കിടന്ന നീ ഇപ്പൊ എന്നോട് മാറി നിക്കാനല്ലേ? വീട്ടിലെ ഞാൻ. മിസ്റ്റർ, മര്യാദയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ? ഓ പിന്നെ പോലീസ്. ഈ ആണുങ്ങളൊന്ന് പെണ്ണുങ്ങളെ തൊട്ടാ കളിയാക്കിയ അപ്പൊ തന്നെ പോലീസ്, പീഡനം. ഈ പാവപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരു പോലീസും കേസെടുക്കാനില്ല. പോലീസിനെ വിളിക്കോത്ര. എന്താ ഐറ്റത്തിന്റെ പേര്? സീമ. സീമ. രൂപം കണ്ടിട്ട് ആമാന്ന് നടന്നത്. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിനക്ക് ഞാൻ ആരാന്നറിയോ? ഉയർന്ന ജോലിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. മനസ്സിലായ? ആണുങ്ങളോട് കളിച്ചിറങ്ങിയിട്ടല്ല. അതാ പന്നണ്ടല്ല, അതായിരിക്കും ഗതി. വാടാ.
കിട്ടും അവന്. അപ്പൊ ശരിയാക്കും. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ അവന്റെ തൊലി പൊളിച്ചേനെ. ഹാ, എന്നിട്ടാണോ ചുമ്മാ കിണിച്ചോണ്ടിരുന്നെ? ആ ഇപ്പൊ എനിക്കായി കുറ്റം. എന്താ എന്തു പറ്റി? ഒന്നുമില്ലേ ചേച്ചി, കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. എലി കറണ്ട് വെച്ച പോലത്തെ താടി മീശയായിട്ട്. എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ പെമ്പിള്ളാരുടെ പുറകെ വെള്ളം ഒലിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോഴേ നല്ല ഇരുമ്പ് വടി എടുത്ത് അടിച്ചോടിക്കണം. നമ്മൾ ബോൾഡ് ആയാലേ അവന്മാര് വിറയ്ക്കുള്ളൂ. വിറയ്ക്കല്ല, നമ്മളെ വളയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ശരിക്കും വിരട്ടണം. ഇവന്മാര് കൂട്ടുകാരുണ്ടെങ്കിലേ ധൈര്യം കാണിക്കൂ, ഇല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരാ. ഇവന്മാർക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. ഇതൊക്കെ വളർത്തുന്നതിന്റെയാ. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. ഇനി എന്റെ കൈ കിട്ടട്ടെ. മിസ്റ്റർ ജോസി, ബൈ ദ വേ, അന്ന് നിങ്ങൾ കാണിച്ച മൈം എന്തായിരുന്നു? ദാറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. എനിവേ, ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ജോസി. താങ്ക് യു സർ. പിന്നെ നേരെ പോയി മൈക്കിൾ സംസാരിക്കരുത്. ആ. സൗണ്ട് എഞ്ചിനീയറെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിക്കണം. Okay. അതാണ് അതിന്റെ ഒരു രീതി. Sure, sir. റൈറ്റ്, ദിയ വിൽ ഗൈഡ് യു ടു ദ ഫ്ലോർ. താങ്ക് യു സർ. സാർ സാർ, ഇതെന്താ ഇവിടെ? യെസ്, എന്താ? ഹേയ്, ഒന്നുമില്ല, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. എന്ത് സാധനം? അനുഗ്രഹം. എന്ത്? ഈ സൗണ്ട് എഞ്ചിനീയർ എവിടെ? സൗണ്ട് എഞ്ചിനീയർ? ആ, ഞാനാ സൗണ്ട് എഞ്ചിനീയർ. ഗുഡ് മോർണിംഗ് മാഡം. മാഡം എന്നൊന്ന് ആഗ്രഹിക്കണം, അതിൻ്റെ ഒരു അനുഗ്രഹമാണ്. എന്ത്? അല്ല, മാഡം ഒന്ന് അനുഗ്രഹിക്കണം, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. ഓ, ഞാൻ അനുഗ്രഹിച്ച ശരിയാവോ? ഞാൻ എന്തിനു അനുഗ്രഹിക്കണം? ഞാനിവിടുത്തെ TKTC പ്രോഗ്രാമിന്റെ പുതിയ ജോക്കില്ലേ, ജോസി, അതാണ്. ഇയാളോ? ആ, തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിലിരുന്ന് പച്ചമരുന്ന് വിൽക്കില്ല. റോഡ് ജോക്കി. അയ്യോ, അങ്ങനെ പറയില്ല മാഡം, ഈ റേഡിയോയുടെ അഭിമാനമാകും ഞാൻ. എന്നാ കേക്കട്ടെ തന്റെ പ്രകടനം. ആ. ബൂത്തിലേക്ക് കയറ്. ആയിക്കോട്ടെ. ഏയ്, അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സേ സംതിങ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ? അല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടേ. കുറച്ചുകൂടെ മൈക്കിനടുത്തേക്ക് വന്നിരിക്കേ. ആ, ഇനി എന്തെങ്കിലും പറ. ഹലോ ചെക്ക്, ഹലോ. ഇന്നു മുതൽ ഞാൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതല്ല, സത്യമായിട്ടും. അയ്യോ, വൃത്തിയായിട്ട ശബ്ദം. അയ്യോ, അതെന്റെയാ. ഒന്ന് കേട്ട് നോക്ക്. അയ്യോ, ഇതെന്റെ ശബ്ദമല്ല, ഇതെന്താ ഇങ്ങനെ? ഏയ്, ശരിയാവില്ല ശരിയാവില്ല. വേറെ ആരെങ്കിലും വെച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ ഒരു പാവമാണ്. അന്നെന്തോ ഒരു തരിപ്പിന്റെ പുറത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. പകരം വീട്ടരുത്, എന്നോടൊന്നും ക്ഷമിക്കില്ലേ. ഞാൻ എത്ര കാല് വേണമെങ്കിലും പിടിക്കാം. ഓക്കെ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ഇത് ശരിക്കും സോറി കേട്ടോ, പണി പോയാന്. ഓക്കെ, സ്റ്റാർട്ട്. ഐ ആം ജോസി, ഈസി ജോസി. TKTC പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത്. വേറെ എന്ത് പരിപാടി? ഒരിക്കൽ കൂടി TKTC പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 555555. വിളിക്കൂ വിളിക്കൂ, വിളിക്കാതിരിക്കല്ലേ. ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്? ഈ FM റേഡിയോയെ അടിപൊളിയാണോ? നല്ല രസമുണ്ട് കേൾക്കാൻ. എന്റെ മോന്റെ പ്രോഗ്രാമാ. മോൻ റേഡിയോ ജോക്കിയാ. എന്നിട്ട് അമ്മയ്ക്ക് ചിരി. ഞാനാകെ വല്ലാണ്ടായി പോയിന്ന്. എന്ത് പറയണം എന്ന് അറിയാൻ പാടില്ലാതെ ഞാനാകെ കുഴഞ്ഞു പോയിന്ന്. എടാ മണ്ട, ഇതാ പറഞ്ഞത് നിനക്ക് ബോധമില്ലാന്ന്. പെൺകുട്ടികൾ ഒരിക്കലും ആൺകുട്ടികളെ പെട്ടെന്ന് അംഗീകരിച്ചെന്ന് വരില്ല. അതിന് അവർക്ക് എങ്ങനെയുള്ള സംസാരമാണ് ഇഷ്ടം, ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അറിയണം. പെൺകുട്ടികളുടെ സൈക്കോളജി അറിഞ്ഞിരിക്കണം.
അമ്മ അത് മാത്രം പറയരുത്. ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായില്ല എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളുടെ സൈക്കോളജിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. പിന്നെ നിനക്ക് കുമ്പളങ്ങി അറിയാം. എനിക്കറിയാമേ. അതൊക്കെ നിന്റെ അപ്പച്ചൻ. ആ എന്തായിരുന്നു ആ പ്രപ്പോസൽ? അതാടാ ആണ്. അതിനൊക്കെ ധൈര്യം വേണം. പത്മ ചേച്ചി ടെൽ മീ, യുവതലമുറ അതൊന്നും അറിയട്ടെ. ഒരുപാട് തവണ കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ രസമാണ്. പ്ലീസ് അമ്മ ആ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാമ, ഒന്ന് പറയടി ചക്കരേ. പാലക്കാട് ഡാൻസ് സ്കൂളിന്റെ ഒരു പ്രോഗ്രാമിന് കൊച്ചിയിൽ വന്നതായിരുന്നു ഞങ്ങള്. പരിചയത്തിൽ ഒരാൾ മറൈൻ എഞ്ചിനീയർ ആയതുകൊണ്ട് കപ്പൽ കാണാൻ പോയി. അവിടെ വെച്ചാണ് ആദ്യമായി നിന്റെ അപ്പച്ചനെ കാണുന്നത്. ആളൊരിത്തിരി പഞ്ചാരയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. എന്തായിരുന്നു പെർഫോമൻസ്? മെയ് വഴക്കം എന്ന് പറഞ്ഞാ ഇതാ മെയ് വഴക്കം. ഡോൾഫിന്റെ പോലായിരുന്നില്ല ടീച്ചറുടെ പൊളപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാണ്. ഡ്രസ് ഉണങ്ങി ഞാൻ നോക്കൂല. ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ ക്ഷണിക്കുമ്പോ ഈ അവസ്ഥയിൽ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, കള്ളും കുടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാനൊരു നോട്ടം വെച്ചു കൊടുത്തു. ഈ നോട്ടമല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറ. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പാലക്കാട് ഡാൻസ് സ്കൂളിൽ വന്ന് ഇറങ്ങിയപ്പോ മാഡം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വണ്ടിയുടെ പുറകെ അവിടെ നിന്ന് പിടിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയ്യോ ചൂടാവല്ലേ ഭവതി. എനിക്ക് ഭവതി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഞായറാഴ്ച ഉച്ചക്ക് പാലക്കാട് ഇന്ത്യൻ ഓഫീസ് വരണം. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരും. ഞങ്ങൾക്കിനി വേറൊന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങൾക്ക് പോവാം. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് തറപ്പിച്ചൊരു മറുപടി പറയല്ലേ? പിന്നെ 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 പിന്നെന്താ പറയാ, ഒരു ക്രിസ്ത്യാനിക്ക് ഞങ്ങളെ പെങ്ങളെ കൊടുക്കാൻ മാത്രം ഞങ്ങളത്ര ക്ഷയിച്ചിട്ടില്ല. ഇതിലിപ്പോ അങ്ങനെ ജാതി മതമൊക്കെ നോക്കാനുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് ചോദിച്ചു. സമ്മതിച്ചാ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടാം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം കൂടും. കടക്കണോ പുറത്ത്? ഈ വീട്ടിൽ നീ കയറിയാന് ഞങ്ങൾക്ക് ഇവിടെ ശുദ്ധീകരണം നടത്തണം. പത്മേ, ഇവിടെ ചാണം തളിച്ച് അടിച്ചു മെഴുക. കാർമേഘം കഴിഞ്ഞ മഴയാ, പെരുമഴ. കുത്തൊഴുകുന്ന മഴവെള്ളം വന്ന് ചേരുന്നത് കടല. കടല് നമ്മുടെ മുറ്റത്താ, കൊച്ചിക്കാരന്റെ മുറ്റത്ത്. അതാണ് എന്റെ അപ്പൻ. എന്താ ഡയലോഗ്? എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താ? നീ ഇപ്പൊ അങ്ങനെ കഥ കേട്ട് സുഖിക്കണ്ട. വേണ്ട, ബാക്കി കഥ ഞാൻ പറയാം. 2 വർഷത്തെ നീണ്ട പ്രണയം. ഇന്ത്യൻ പോസ്റ്റ് സർവീസിൽ സ്റ്റാമ്പെടുത്തിൽ കുറെ കാശ് കൊടുത്തു. അങ്ങനെ ഒരു മഴയുള്ള രാത്രിയിൽ എന്റെ അപ്പച്ചൻ അമ്മയെ അടിച്ചോട്ട് പോന്നു. നാളെ ഫോൺ ബില്ല് അടയ്ക്കണം. നല്ലൊരു കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഒരു ഫോൺ ബില്ല്. അമ്മ, ഈ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് അമ്മ കുറേയും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ? പിന്നെ ഫോൺ ബില്ല് അതാ മണ്ണടച്ചാ മതിട്ടാ. അമ്മ ഈ ക്യൂവിൽ നിൽക്കുക, ബസ്സിൽ പോവുക, പച്ചക്കറി മേടിക്കുക. ഞങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സിനോട് നിങ്ങൾ ഓൾറെഡി അങ്ങനെ പറയാൻ പാടില്ല. ആൻഡ് ഞങ്ങൾ പ്രായം കണക്കിലെടുക്കണ്ടേ. ആൻഡ് വൺ മോർ തിങ് ഈസ് ഐ ആം നോട്ട് എ ജോബ്ലെസ് പേഴ്സൺ. ഐ ഹാവ് വൺ ജോബ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡാർലിംഗ്. യോ മാൻ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പറയൂ ലേഖ. പ്രണയത്തില് നമ്മൾ ഒരിക്കലും മറക്കാത്തതാണ് ആദ്യ ചുംബനം. അല്ലേ രാജേഷ്? അതെ ലേഖ. 1000 താമരപ്പൂവുകൾ മഞ്ഞത്തുള്ളികൾ വീഴുന്ന പോലെ. അതെ, അതൊരു മാസ്മരികതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. ഈ മധുരം രുചിച്ചറിയാൻ ഇതാ നിങ്ങൾക്കായൊരു ഗാനം. കുയിലിന്റെ ശബ്ദവും കുരങ്ങന്റെ മോന്തയും. ജോസി, വാട്ട് ഇസ് ദ ടൈം നൗ? അത് വാച്ച് എടുത്തില്ല സർ. താൻ ലേറ്റ് ആയ കാരണം എനിക്ക് വേറൊരു ആർജെ ഉള്ളിൽ കയറ്റേണ്ടി വന്നു. അതായിരുന്നു അത്. Don't you think punctuality is the most important in a radio station? I know sir, but എന്റെ പെങ്ങളെ ഒരാൾ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പെങ്ങളെ പെണ്ണ് കാണാൻ ടയർ പങ്ക്ചറായി, ട്രാഫിക്കിൽ പെട്ടു. വേറെന്താ തനിക്ക് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇനി ആവർത്തിക്കില്ല സർ. ആവർത്തിക്കില്ല പോലും. I don't think it's responsible. ഇയാള് കറക്റ്റ് ടൈമിന് വന്നാലും ഞാൻ എന്ത് ചെയ്യാനാ?
ഒന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വേണ്ട, എനിക്ക് കാണണ്ട. ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോവാ. ഹലോ, ആരോടത്ര ചൂടായിട്ടൊക്കെ? ജോസി ഇറങ്ങുവാണോ? നേരത്തെ വന്നോണ്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്കൊരു ലിഫ്റ്റ് വരുമോ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ബുദ്ധിമുട്ട്. വാ വാ. നിർത്ത്. അങ്ങനെ പോയാലെങ്ങനെ? എനിക്ക് കണ്ടെന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഹലോ, തന്നോടല്ലേ കുട്ടി കാണണ്ടെന്ന് പറഞ്ഞത്? തനിക്ക് എന്താ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? സുന്ദരികളായ പെൺകുട്ടികളെ വായി നോക്കി നടക്കുന്ന പാട് വൃദ്ധൻ. സീമ, എന്നെ മുറുക്ക പിടിച്ചിരുന്നോളൂ. എനിക്കല്പം സാഹസികത കൂടുതലാണ്. ഹൈ സ്പീഡിലായിരിക്കും. പിടിച്ചോ. അവിടെ പിടിക്കില്ല, എനിക്ക് കിളിയാവും. ഇത് ഇവിടെ ബ്ലഡി ഫൂൾ. ആരായാള്? സീമൻ എപ്പോഴും ശല്യം ചെയ്യാറുണ്ടോ? വലിയ ശല്യ. പുറകെന്ന് മാറില്ല. പൂവാലൻ. എന്താ നീ വിചാരിച്ചേ? ആരാണ് നിന്റെ വിചാരം? അഭ്യാസം കാണിക്കുന്നു. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. താൻ ആരാണ് തന്റെ വിചാരം? പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കില്ല. ചവിട്ട് കൂടി തന്നാണ്ടല്ലോ. അവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. അവളാ ഒറ്റ കീറ്. സീമേ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. എന്നിട്ട് വേണം എന്റെ കൈക്ക് പണി ഉണ്ടാക്കാൻ. ഇയാളെ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നേ. ഇങ്ങോട്ടല്ലേട്ടാ, അങ്ങോട്ട് ചൂണ്ട. ആള് തെറ്റിദ്ധരിക്കും. ഇയാളാ? അച്ഛാ, ഇയാളാ ഞാൻ പറഞ്ഞ ആള്. ജോസി ജോൺ. അച്ഛനാ? അതെ, എന്റെ സ്വന്തം അച്ഛനാ. മൈ ഡോട്ടർ. എങ്ങനെയുണ്ട് പണി? ഇയാളുടെ പേരെന്താ? സോറി, ജോസി ജോൺ. പേരൊക്കെ കൊള്ളാം. മര്യാദക്ക് നിന്നില്ലെങ്കിലേ ഫീസ് ഞാൻ ഊരും. കേവൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തന്നെ കുറിച്ച്. കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിവേ, നൈസ് ടു മീറ്റ് യു. ആയിക്കോട്ടെ. ഇതൊക്കെ ജീവിതത്തിലെ രസമല്ലേടോ. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ അവളുടെ ഹോസ്റ്റലിൽ വരും ഒന്ന് കാണാൻ. വന്നില്ലെങ്കിലേ ഇവള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. എന്നാ നമുക്ക് ഇനി ഒരിക്കൽ കാണാം. ഓക്കെ ഓക്കെ, ശരി. വാ കേറുമോളെ. ഈശ്വര, ഈ വാതിലൊക്കെ തുറന്നിട്ട് ഇവനിത് എവിടെ പോയി? ആരാ? എന്തു പറ്റി? ഇതെങ്ങനെ എടുത്തു നീ? ഇർക്കിലിയില് ഷർട്ടിട്ട പോലെ ഉണ്ടല്ലേ? ആചാന ബാഹു. ഞാനിന്ന് അപ്പച്ചനെ പെട്ടി തുറന്നു. എന്താടാ മോനെ, അപ്പച്ചനെ മിസ് ചെയ്തോ? ഇതിടുമ്പോ അപ്പച്ചൻ കൂടെയുള്ള പോലെ തോന്നുക. അയ്യേ അമ്മ, അയ്യ ഇതെന്തത് അമ്മ? ഞാനൊരു തമാശക്ക് എടുത്തിട്ടല്ലേ. അമ്മ പോയി ചായ ഉണ്ടാക്കി ചെല്ല്. മാഡത്തിന്റെ ഭർത്താവിന്റെ ചേട്ടനാ അലക്സ്. ഇവര് തമ്മിൽ ആജന്മ ശത്രുക്കളായിരുന്നല്ലോ. എന്താണാവോ ഇവിടെ? കല്യാണത്തിന് ശേഷം വീട്ടുകാരനെ തിരിഞ്ഞു നോക്കിയിരുന്നല്ലേ കേട്ടുകേൾവി. എന്നാലും ഇവിടെ വരെ ഒന്ന് വരാനും കാണാനും തോന്നിയില്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
വരേണ്ട ഒരാവശ്യം വന്നു വളച്ചു കിട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ മോള് ജാൻസിക്ക് കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഞാൻ അല്പം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വീട് ഭാഗം വെക്കലിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോണിൻ്റെ ഭാഗം എല്ലാവരും കൂടി വീതിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ട്. അതിൽ ഇനി എതിർപ്പോ കാര്യങ്ങളോ ഉണ്ടാകരുത്. എനിക്ക് പെൺമക്കൾ 3. നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അലക്സേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. സഹായമൊന്നുമില്ലെങ്കിലും ഒന്ന് ഉറക്കെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് സ്വന്തവും ബന്ധവും എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. എനിക്കെന്തോ ഭയങ്കരമായ ഒറ്റപ്പെടൽ തോന്നുന്നു. ജോസിയുടെ കാര്യങ്ങൾ ഒന്നും ശരിയായിട്ടില്ല. എത്തിയാ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ ഫ്രണ്ട്സ് ആരും വന്നില്ലേ? ഫ്രണ്ട്സ് വരുന്നല്ലേ ഉള്ളൂ. അകത്തേക്ക് വാ. അമ്മ എവിടെ? അമ്മ അകത്താണെന്നേ. അകത്തേക്ക് വാ. അകത്തേക്ക് വരാൻ. വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. അമ്മേ, ആ ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യണേ സൗണ്ട് എഞ്ചിനീയർ. ഏത്? അമ്മ ജോയിൻ വീല്. അതാ. പക്ഷെ ഞാൻ കുട്ടി എവിടെയോ ബസ്സിൽ വെച്ചേ. നിങ്ങക്ക് നേരത്തെ പഠിച്ചോണ്ടാ? കണ്ടു കഴിഞ്ഞ ചേച്ചിനെ പോലെയാ, പക്ഷെ അമ്മയാ. സ്വീറ്റ് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ആന്റി. ബർത്ത്ഡേയോ? ആരുടെ? ആന്റിയുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? ചുമ്മാ പറ്റിച്ചതമ്മ. എന്റെ ബർത്ത്ഡേ 2 ദിവസം മുമ്പേ കഴിഞ്ഞു. വാ ഇരിക്കേ. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെ? അതോ ഏതോ ഒരു മരം കൂടെ ഈ കുട്ടിയെ ഷോപ്പിംഗ് മോളിൽ വെച്ച് കളിയാക്കി. എന്നിട്ട് ഈ കുട്ടി ഓടിക്കേറിയ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടതാ. അവനെ ഇനി എന്റെ കയ്യിൽ കിട്ടട്ടെ ആന്റി. വിടരുത്, അടിച്ച് തൊലി പൊളിക്കണം. അമ്മ എന്താടാ അങ്ങനൊന്നും പറയല്ല, അയാൾ വല്ല പാവമായിരിക്കും. എന്താന്ന്? ഫോൺ അടിക്കണെന്ന്. നിങ്ങൾ സംസാരിച്ചിരിക്കും. ആയിഷയുടെ ഫോണായിരിക്കും. അതൊന്നും മനസ്സിൽ വെക്കില്ലട്ടോ, ഞാൻ ഒരു തമാശ കാണിച്ചല്ലേ. ഇയാൾ അമ്മയോട് എല്ലാം പറയല്ലേ? ആ മോളുടെ സംഭവം മാത്രം പറഞ്ഞില്ല. എന്നെ ഒന്ന് റേഡിയോ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യോ പ്ലീസ്? പിന്നെന്താ, അച്ഛനുണ്ടാവോ? ഇല്ല. എന്നാ ഓക്കെ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റിട്ട് വരാം. അമ്മേ, സീമറങ്ങ ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാമേ. ഞങ്ങളുടെ ജോണിന്റെ മരണശേഷം നിങ്ങൾക്ക് കിട്ടിയ കോമ്പൻസേഷനെ കുറിച്ചോ മറ്റു പണത്തെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അതെല്ലാം നിങ്ങൾ അമ്മയും മോനും കൂടിയല്ലേ കൈകാര്യം ചെയ്ത്? എന്ത് കിട്ടിയെന്ന് ചേട്ടൻ പറയണേ? കുറെ ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയത് മിച്ചം. പിന്നെ ഞാൻ പണത്തിന് വേണ്ടിയല്ല കയറി ഇറങ്ങിയത്. എന്റെ ജോണിന്റെ ബോഡിയെങ്കിലും കിട്ടാൻ. ജോണിനെ വെച്ച് വില പറയാനൊന്നും ഞാൻ ഇവിടെ പോയിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു നിവൃത്തിയില്ലാത്തവനാ. എനിക്ക് പെൺമക്കൾ 3. തറവാട്ട് സ്വത്തിൽ ഇനി ഞങ്ങളുടെ ജോണിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരരുത്. നാളെ രജിസ്ട്രാർ ഓഫീസിൽ വന്ന് ഡോക്യുമെന്റ് ഒപ്പിട്ട് തരണം. ഈ വീട് മുഴുവനും കടത്തില്ല. ഇവനാണെങ്കിൽ കര പറ്റിയിട്ട് പോലും ഇല്ല. എനിക്കൊന്നും വേണ്ട. ഇവന്റെ കാര്യത്തിന് ഞങ്ങൾക്കൊരു കൈസഹായത്തിന് ആരുണ്ട്? എല്ലാം സ്വയം വരുത്തി വെച്ചല്ലേ. വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചിട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നല്ലേ. അപ്പ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇവന്റെ കാര്യത്തിന് എന്ന് പറഞ്ഞല്ലോ, പിള്ളച്ചെറുക്കനൊന്നും അല്ലല്ലോ, സ്വയം അധ്വാനിച്ച് ജീവിക്കാൻ പറ. മംഗലാപുരത്ത് നിന്ന് ഞങ്ങളുടെ ജോൺ മരിച്ചു എന്നുള്ള വാർത്തയായിട്ട് വരുമ്പോ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു നിന്റെ കയ്യിൽ. അത് ഞങ്ങളുടെ ജോണിന്റെ ആണോ എന്ന് പോലും ചോദിച്ചില്ലല്ലോ. ആർക്കറിയാം? നിർത്തണോ? ഞാൻ ജോൺ വർഗീസിന്റെ മകൻ തന്നെയാ. അത് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ വീട്ടിൽ തെണ്ടിക്കയറി വന്നില്ലല്ലോ ഞങ്ങള്. അങ്ങനെ എങ്ങാനും വന്നെങ്കിൽ രണ്ടിനെ അടിച്ച് പുറത്താക്കിയനെ. നിർത്തണോ? കിടക്കണോ പുറത്ത്? ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നിട്ട് ഞങ്ങളോട് തോന്നിയ ദിവസം പറയുന്നേ. അമ്മ ചുമ്മാ പുറത്തു പോവാൻ. ഇനി നീ ഇവിടെ തന്നെയല്ലേ ജീവിക്കാൻ പോകുന്നത്? എന്റെ അപ്പൻ ജോൺ വർഗീസ് ആണെങ്കിൽ ഈ ജോസി കൊച്ചി തന്നെ കാണും. വണ്ടി എടുക്കടാ.
നീ ആരോട് അങ്ങനെ സംസാരിച്ചേ? അമ്മ അയാള് നമ്മുടെ അപ്പച്ചനെ ഒന്നും പറയണ്ട. നിന്റെ അപ്പച്ചന്റെ സ്ഥാനത്തുള്ള ആളെയാ നീ ആട്ടി ഇറക്കിയത്. അയാൾ നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടില്ല? നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ, 100 രൂപ എന്തെങ്കിലും തന്നെ സഹായിച്ചിട്ടുണ്ടോ? ഇപ്പൊ സ്വത്തപ്പെട്ട് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നീ എന്താ ചെയ്തിട്ടുള്ളത്? പറടാ, എന്താ ചെയ്തിട്ടുള്ളതെന്ന്. 100 രൂപ, 1 കിലോ അരി, ഇത്രയും പ്രായമായില്ലേ? എന്തു ഗുണം? നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ കടം മേടിച്ചു. ഈ വീട് വാങ്ങാൻ 20 ലക്ഷം രൂപ കടത്തിന്റെ കൂട്ടിലുമായി ഞാൻ. പക്ഷെ നീ എപ്പോഴെങ്കിലും എന്റെ വേദന കണ്ടിട്ടുണ്ടോ? ഒന്നും പറയരുതെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഓഹോ, അത് ശരി. അപ്പൊ ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടല്ലേ മാ? ശരിയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് വേണ്ടാന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്നെ പഠിപ്പിച്ചു. ഞാൻ എന്ത് ചെയ്താലും പേടി. എനിക്ക് ഒരു കാര്യത്തിനും ധൈര്യം തന്നിട്ടില്ല. അല്ലെങ്കിൽ അമ്മമാരെ വളർത്തുന്ന മക്കളുടെ ഗതി ഇത് തന്നെയാ. ഒന്നിനും ഒരു ധൈര്യം ഉണ്ടാവില്ല. എന്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ എനിക്കെല്ലാം ചെയ്യാൻ ധൈര്യം കിട്ടിയാണ്. ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആയാനെ. സക്സസ് അല്ലാത്തൊരുത്തരു കുടുംബത്തിന് പോലും വേണ്ട. ഞാൻ ചിരിച്ച് കളിച്ച് കോപ്രായം കാണിച്ച് നടക്കുമ്പോ എന്റെ ഉള്ളിൽ സന്തോഷം മാത്രമുള്ള നമ്മുടെ വിചാരം മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ജന്മത്തമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തിനാ ഇത്ര വാശി? ഏയ്, വാശിയൊന്നുമല്ല. 2 ദിവസം ഞാൻ ഇല്ലാതാകുമ്പോൾ മനസ്സിലാവട്ടെ എന്റെ വില. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു വിലയില്ലാത്തത്. പെറ്റമ്മയെ വിഷമിപ്പിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ശാപം കിട്ടുന്ന തെറ്റാ അത്. ജോസി ഇന്ന് വീട്ടിൽ പോണം. ആദ്യത്തെ ശമ്പളം കിട്ടിയതല്ലേ. 2 ദിവസം കൂടി കഴിയട്ടെ. ഇന്നൊരു പാർട്ടി ഉണ്ട്. നാളെ നീളെ. ഹലോ, അതെ പത്മയാണ്.